തിരുമേനി കാലം ചെയ്തതിനു ശേഷം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ നാമത്തിൽ ഒരു കുരിശുപള്ളി കുന്നംകുളത്ത് ആരംഭിച്ചു. കുന്നംകുളത്ത് അടുപ്പൂട്ടി സെന്റ് ജോർജ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ആ പള്ളിയുടെ അടുത്ത് തന്നെ ഒരു കുരിശുപള്ളി പണിയിച്ചു. അവരെ വന്ന് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു തിരുശേഷിപ്പ് എന്തെങ്കിലും വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബാബാ തിരുമേനി അനുവദിച്ചു. അതുകൊണ്ട് തിരുമേനിയുടെ ഒരു പല്ല് കുന്നംകുളത്ത് അടുപ്പൂട്ടി കൊണ്ടുപോയി സ്ഥാപിച്ചു. പാമ്പാടി തിരുമേനിയുടെ രണ്ടാമത്തെ കബറിടമാണ് എന്നാണ് കുന്നംകുളത്തുകാരിപ്പോൾ അടുപ്പൂട്ടി പള്ളിയെപ്പറ്റി പറയുന്നത്. പുതുപ്പള്ളി വലിയ പള്ളിയുടെ ഒരു ത്രോണോസ് പാമ്പാടി തിരുമേനിയുടെ നാമത്തിലാണ്. പാമ്പാടി വലിയ പള്ളിയിലും ഒരു ത്രോണോസ് തിരുമേനിയുടെ നാമത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ സഭ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം പരിശുദ്ധനായിട്ട് ജീവിക്കുന്നു. 1953 പാറേട്ട് മാർ ഈവാനിയൂസ് മെത്രാപ്പോലീത്തയെ അസിസ്റ്റന്റായി നിയമിച്ചു. അതോടെ ഭരണഭാരം കൈമാറിയ പരിശുദ്ധ പാമ്പാടി തിരുമേനി പിന്നീടുള്ള സമയത്തിൽ ഭൂരിഭാഗവും സ്വർഗസ്ഥനായ തന്റെ പിതാവുമായുള്ള സംസർഗത്തിലാണ് ചെലവഴിച്ചത്. നശ്വരമായ ഭൌതിക ജീവിതത്തെ വിലമതിക്കാത്ത ആ പുണ്യപുരുഷൻ ചാപ്പലിനോട് ചേർന്ന് സ്വന്തം കബർ കുഴിച്ച് അതിനു മുകളിൽ കട്ടിലിട്ടിരുന്നാണ് ലോകത്തിനു വേണ്ടി മുഴുവൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു വന്നത്. തിരുമേനി അവിടെ പിന്നെ ഈ തെക്ക് വടക്ക് വശത്ത് കബർ പണിത് കബർ മുറിയിലാണല്ലോ അവസാന കാലത്ത് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് എന്റെ മോനെ, ഇതൊക്കെ ഈ ലോകത്തിന്റെ ഗതികൾ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഏതു വിധമായാലും പൂർവന്മാരായ പിതാക്കന്മാര് ഇന്ന വിധത്തിൽ ഇന്ന പ്രകാരം എന്നോട് പ്രവർത്തിച്ചിരുന്നവരും ഞാൻ സ്നേഹിച്ചിരുന്നവരുമായ അനേകര് ഇത് കടന്നുപോയി. ഞാനും ഒരു ദിവസം ഇവിടുന്ന് പോകണമല്ലോ.
ദൈവം ഒരു നല്ല അവസാനം തരാൻ. മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഏത് വിധത്തിലായിരിക്കും ദൈവം കരുണ ചെയ്ത് ഒരു നല്ല അന്ത്യം തരാൻ വേണ്ടി ദൈവത്തോട് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം, മറക്കരുത്. ഇങ്ങനെ കൂടെ കൂടെ പ്രത്യേകം പറഞ്ഞുകൊണ്ടിരുന്നു. 1965 ഏപ്രിൽ 5 ആ പരിശുദ്ധ ജന്മത്തിന്റെ ഇഹലോകവാസം അവസാനിച്ചു. പാമ്പാടി മാർ കുര്യാക്കോസ് ദയറായിൽ വെച്ചായിരുന്നു ശാന്തമായ ആ അന്ത്യം. അന്ന് തന്റെ ശാശ്വത ഗൃഹമായ തന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നിധിയിലേക്ക് അദ്ദേഹം വാങ്ങിപ്പോയി. അഗാധമായ ദൈവഭക്തി, കവിഞ്ഞൊഴുകുന്ന സമസൃഷ്ടി സ്നേഹം, നിഷ്കളങ്ക മനസ്സ്, പരിമിതികളില്ലാത്ത ദാനശീലം, സാർവലൗകിക സാഹോദര്യം, ഇതായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. തിരുമേനി 1965 ഏപ്രിൽ 5 ഞായറാഴ്ച രാത്രി 2:35 കാലം ചെയ്തു. തിരുമേനി ജനിച്ചതും 1885 ഏപ്രിൽ 5 ഞായറാഴ്ചയായിരുന്നു. ഇപ്പൊ 80-ാം ജന്മദിനത്തിലാണ് തിരുമേനി കാലം ചെയ്തത്. തിരുമേനി കാലം ചെയ്ത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരുമേനി ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളും ഒക്കെ എടുത്തു നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ തിരുമേനിയുടെ കൈപ്പട്ടിയിലിരിക്കുന്ന പോക്കറ്റ് വാച്ച് എടുത്തു നോക്കി. അപ്പോൾ അത് നിന്നിരിക്കുകയായിരുന്നു. കൃത്യം 2:35 അത് നിന്നിരിക്കുന്നത്. എപ്പോഴാണ് നിന്നെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും തിരുമേനി കാലം ചെയ്ത സമയം രാത്രി 2:35 ആയിരുന്നു. ഈ വാച്ചിൻ 2:35 നിന്നിരിക്കുകയാണ്. ഇപ്പോഴും അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു 4 മണിയായപ്പോൾ മൃതശരീരം പള്ളിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് പ്രാർത്ഥനകളൊക്കെ തുടങ്ങി. തിങ്കളാഴ്ച രാത്രി തിരുമേനിയുടെ മൃതശരീരം തന്റെ സ്വന്തം ഇടവപ്പള്ളിയായ പാമ്പാടി പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചു. പിറ്റേ ദിവസം രാവിലെ കബറടക്കത്തിന്റെ ഒരു ശുശ്രൂഷ നടത്തിയതിനു ശേഷം മൃതശരീരം വിലാപയാത്രയായി ദേറായിലേക്ക് കൊണ്ടുവന്നു. Bakudus kudishin hauga oyommo ai kyodu shorios kinte